Hey, hello and welcome back to my channel. My name is Pranavi and I'm a final prof BMS student. Today in this video I am going to discuss you about how to cope up with the BMS first prof struggles. Yeah, struggles. It's very എന്ത് വാക്ക് പറയണമെന്ന് അറിഞ്ഞൂടാ. സ്ട്രഗിൾസ് മാത്രമേ ഉള്ളൂ. ഈ ഫസ്റ്റ് പ്രൊഫ് ആയിക്കോട്ടെ, സെക്കൻഡ് പ്രൊഫ് ആയിക്കോട്ടെ, എല്ലാത്തിലും സ്ട്രഗിൾസേ ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രഗിൾസ് എങ്ങനെ മാനേജ് ചെയ്യുക അല്ലേ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഫാസ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്ലോകാസ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു മെമ്മറൈസ് ശ്ലോകാസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നിമാണിക്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മീനിങ് പഠിക്കാം, ശ്ലോകാംശം പഠിക്കാം. ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ 50% നമുക്ക് ശ്ലോകങ്ങളുടെ 50% ബേസ് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി അങ്ങ് തന്നേ വന്നോളും. അതായത് ഒരു ബേസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ വാദം, പിത്തം, കഫം ഇതിനെയൊക്കെ കുറിച്ച് എന്താണെന്നുള്ള ഒരു ബേസ് ഉണ്ടെങ്കിൽ ബാക്കി 50% ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതായത് ഒരു 6 മാസം വെയിറ്റ് ചെയ്താൽ മതി. 6 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അങ്ങ് പഠിച്ചോളും. പിന്നെ അത് വലിയ സ്ട്രഗിൾ ആയിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ശ്ലോകാസ് ഒക്കെ പഠിക്കാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് യു വാണ്ടഡ് ടു നോ ദ റിയൽ ട്രൂത്ത് അബൌട്ട് ഹൗ ടു മെമ്മറൈസ് ദ ശ്ലോകാസ്, പ്ലീസ് വാച്ച് മൈ ലാസ്റ്റ് വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് അല്ലേ. അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അല്ലേ. എന്ന് വെച്ചാൽ ഈ ആത്മാ, മനസ്സ്, പുനർജന്മം ഇതിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടാവാം, വിശ്വസിക്കാത്തവരുണ്ടാകാം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു 5000 വർഷം പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശാസ്ത്രം പഠിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതും നിരക്കാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കുറേ പേർക്ക് അയ്യോ ഇതൊക്കെ ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇപ്പം ആത്മാവ് അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടോ, പുനർജന്മമൊക്കെ ഉണ്ടോ, ഇനി ഇത് നമ്മളെന്തുവാ വല്ല സർത്തസേവയൊക്കെയാണോ പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്. ഇവൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ബന്ധു വന്നിട്ട് ഇതെന്തോ നീ ഭൂതങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നു. ആക്ച്വലി ഞാൻ പഞ്ചഭൂതങ്ങളുടെ ശ്ലോകം വായിക്കുകയായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചത് വേറെന്തൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെ കുറേ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ രീതിയിലാണ്. പക്ഷേ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു പോർഷൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിലൂടെ ഏതൊരു ഏരിയയിലോട്ടാണ് നമ്മൾ കടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളെ അതിൻ്റേതായ അർത്ഥത്തോടു കൂടി പഠിക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ബ്ലൈൻഡായിട്ട് പഠിക്കില്ല, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. കാരണം അതിലും ചില തത്വങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സയൻസ് ആണല്ലോ. ഓക്കെ, ഇതൊരു സയൻസ് ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് രസശാസ്ത്രമാണ്, ഭൈഷജ്യ കൽപ്പന അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ യോഗ നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ ഡിസ്ക് കംപ്ലൈൻറ്റ് ഉള്ളവർ കാണും, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ വന്നവർ കാണും. അങ്ങനെയൊക്കെ ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ ഒരു യോഗ ട്രെയിനർ ആവാനൊക്കെ ചിലപ്പോൾ നമുക്കൊരു തോന്നലൊക്കെ തോന്നാം. ഓക്കെ, അപ്പോൾ യോഗ നല്ല രസമാണ്, ഫ്രീ കിട്ടുകയില്ലേ. നമുക്കൊരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഒരു PT പീരീഡ് കിട്ടുന്ന പോലെയല്ലേ യോഗ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറേ നേരം 2 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജോളിയാ ചിങ്കാന. അപ്പോൾ R&B വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തന്നെയാണ്. ഞാൻ ഡിഗ്രി കെമിസ്ട്രി കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് R&B ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് രസം പ്രാക്ടിക്കൽസ്. കാരണം അതിനകത്ത് മിനറൽ ട്രാക്സ് ഒക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ കണ്ടുപിടിക്കുക, ആനന്ദഭൈരവ രസം കണ്ടുപിടിക്കുക, അതുണ്ടാക്കുക, പിന്നെ ഗുളികകളൊക്കെ ഉണ്ടാക്കുക, അങ്ങനെ കഷായങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഇടിക്കാനും പൊടിക്കാനും. പിന്നെ അതിനകത്ത് ജ്യൂസിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ അതിനകത്ത് കഷായം ഉണ്ടാക്കി അത് ഫിൽറ്റർ ചെയ്ത് തണുപ്പിച്ച് പിന്നെ അവൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, അത് വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ നമുക്കൊരു സ്ട്രഗിൾ വരാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് വരും. കുറേയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒന്നുകിൽ പരീക്ഷയോട് അടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഓരോ പ്രൊഫിലേക്ക് കയറുമ്പോഴായിരിക്കും അയ്യോ ഇത് പറ്റത്തില്ല, സബ്ജക്റ്റ് കുറേ ഉണ്ട്, എക്സാംസ് കുറേ ഉണ്ട്, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, കുറേ എലക്റ്റീവ്സ് ഉണ്ട്, വെറുതെ എന്തിനാ ഈ എലക്റ്റീവ്സും കൂടെ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാകും. നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഫെയിലാവും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും തോന്നുന്നൊരു പ്രശ്നം. ഇതൊക്കെ വെറുതെയാണ്. തുടക്കത്തിലൊക്കെ എന്ന് വെച്ചാൽ എനിക്കും പ്രാന്ത് പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ
ഫോണിൽ എന്ന് പറയും എനിക്കിത് മനസ്സിലാവുന്നില്ല, ഞാൻ ഒരു തവണ കൂടെ നീറ്റ് നോക്കാം, ഒരു വർഷമല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ തോന്നും ഇതിൽ സ്കോപ്പ് ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് പോകും, അത് പോകുന്നതാണ് ഏറ്റവും. അതിനെ മാനേജ് ചെയ്ത് നിർത്തുകയാണ് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ കാരണം ഈ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കും ഇനി എന്ത് എന്നൊരു ചോദ്യം വരും. ആ ഒരു ചോദ്യത്തിന് മറികടക്കാൻ നമുക്ക് പറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ VMS ടീച്ചേഴ്സ് ആയിക്കോട്ടെ, സീനിയേഴ്സ് ആയിക്കോട്ടെ, അല്ല വലിയ വലിയ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഏരിയ നമ്മൾ കണ്ടെത്തിയാൽ പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും അങ്ങനൊന്നും പോകത്തില്ല. നിങ്ങൾക്ക് മോഡൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ തന്നെ എൻട്രൻസ് ചെയ്ത് കിട്ടുമോ ഇല്ലേ നമുക്ക് നോക്കാം. ഇനി കിട്ടിയാലും നല്ലതല്ലേ, നമ്മൾ 2 സ്കീം പഠിക്കുകയല്ലേ. അപ്പം പഠിക്കുന്നതൊന്നും തെറ്റല്ലല്ലോ. അതായത് അറിവ് കൂടുക, പുതിയ പുതിയ ഏരിയ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് തന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ BMS കഴിഞ്ഞിട്ട് MBBS എടുക്കുന്നവരുണ്ട്, അതൊക്കെ വളരെ റെയറായിട്ടാണ് നടക്കുന്നത്. പക്ഷെ അത് കിട്ടിയാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് പോകേണ്ട ആവശ്യമൊന്നുമല്ല, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഇനിയുള്ളത് മോട്ടിവേഷൻ. ഇപ്പോൾ ചിലർ പറയും മോട്ടിവേഷൻ കൊടുക്കാനുള്ളതാണ്, ചിലർ പറയും എടുക്കാനുള്ളതാണ്. സ്റ്റേ മോട്ടിവേറ്റഡ് എന്നേ ഞാൻ പറയുള്ളൂ. അതിപ്പോൾ ആരുടേന്ന് മോട്ടിവേഷൻ എടുത്തത്, ചിലപ്പോൾ നമുക്ക് സിനിമകൾ കാണുമ്പോഴായിരിക്കും മോട്ടിവേഷൻ വരുന്നത്. എനിക്ക് സിനിമകൾ കാണുമ്പോഴാണ് മോട്ടിവേഷൻ വരുന്നത്. അത് ഗുഡ് ഡോക്ടർ എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ടല്ലോ, അത്. പിന്നെ എനിക്കൊരു തമിഴ് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അത് ഓനൈ വാട്ടുകുട്ടി, തമിഴാണ്. അതായത് ഒരു ഡയറക്ടർ മിസ്കിൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു സിനിമയാണ്. അതിൻ്റെ ഫുൾ ഫിലിം നല്ല രസമാണ് സിനിമ. പക്ഷെ അതിന് ഇനിഷ്യൽ പോർഷൻസ് ഒക്കെ കാണിക്കുന്നത് നല്ല രസമാണ്. അതിലൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ആ ഒരു പോർഷൻസ്, ഒരു സർജറി ഒക്കെ ചെയ്യുന്ന ഒരു പോർഷൻ, അത് നല്ല രസമാണ്. കണ്ടു നോക്കിയാലേ അറിയാൻ പറ്റൂ. അപ്പോൾ അത് ഓനയും ആട്ടുംകുട്ടിയും, ഇത് പ്രൊമോഷനൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല രസമാണ്. അങ്ങനെ കുറേ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സിനിമ, അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ്, മെഡിക്കോ റിലേറ്റഡ് ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഇരുന്ന് വെച്ച് കാണാം. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ഒക്കെ കാണാം. കാരണം ഈ അഗതതന്ത്രം ഫോറൻസിക് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. IPC ഒക്കെ കൂടി മനസ്സിലാവണമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്രൈം ത്രില്ലർ സിനിമ ഒക്കെ എടുത്ത് ഇതല്ലേ ഡൗറിടത്ത് IPC 304B എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ഓ കൊള്ളാം, ഇഞ്ചുറി 47, IPC 47 ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അത് നമ്മളെ തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പാട്ടൊക്കെ കേൾക്കാൻ കേട്ടോ, ഡാൻസൊക്കെ ചെയ്യാം. അതും നമുക്ക് മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ, പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഒക്കെ ചെയ്താലേ നമുക്ക് മോട്ടിവേഷൻ കിട്ടുള്ളൂങ്കിൽ ഓക്കെ ചെയ്യൂ, അതൊക്കെ നല്ല കാര്യമല്ലേ. പിന്നെ നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ജോബ് സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ YIP എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാം. പിന്നെ ഇത് ബിസിനസ്സിൻ്റെ ഏരിയ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ പോവാം. പിന്നെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിനിക്ക് നല്ല രസമാണ്, നല്ല എക്സ്പോഷർ കിട്ടും. നമ്മൾ 2 വർഷം കിടന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേക്സ് യു പ്രൗഡ് ആൻഡ് മേക്സ് യുവർ പാരൻസ് പ്രൗഡ്. അപ്പോൾ നമ്മൾ വഴി നമ്മുടെ പാരൻസൊക്കെ പ്രൗഡ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതൊരു ഫീലിങ്ങേ വേറെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ സ്ട്രഗിൾസ് ഒന്നും ഇല്ലടെ. സ്ട്രഗിൾസൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് അതിനുവേണ്ടി നിന്നാൽ സ്ട്രഗിൾസൊക്കെ പെട്ടെന്ന് പമ്പ് കിടക്കും അല്ലേ, പനി പമ്പ് കിടക്കുന്ന പോലെ അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കുറുന്തോട്ടിക്കും വാദം പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ എടുത്തോണം. അതിനുശേഷം വേണം ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങാൻ. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ. ദാറ്റ്സ് ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. സ്റ്റേ ട്യൂൺ. സീ യു ഓൺ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.